12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളും ഭാരതീയമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഇവിടെ നൽകിക്കഴിഞ്ഞു. സമർപ്പണ മനോഭാവത്തോടെയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും കുറയും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി കത്തുകളാണ്. മെയിൽസ് അയക്കുന്നവർക്ക് ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കും. മെയിൽ ID ഈ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, എന്താണ് അറിയേണ്ടത്? വിവാഹകാര്യമാണോ, അത് ഏത് കോഴ്സാണ് നല്ലത് എന്നാണോ അറിയേണ്ടത്? അതായത് എഡ്യൂക്കേഷനിൽ ആയിട്ട് ഹയർ എഡ്യൂക്കേഷന് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാണോ അറിയേണ്ടത്? ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. ഇതിനുള്ള മറുപടി ഈ പ്രോഗ്രാമിലൂടെ നൽകുന്നതാണ്. സന്തോഷമായിരിക്കും. ഇനി മെയിലിലേക്ക് നമ്മൾ കിടക്കുകയാണ്. തങ്കം എസ് മേനൻ, സൗഭാഗ്യവതി തങ്കം എസ് മേനൻ, ടി നഗർ, ചെന്നൈ. മകൾ നക്ഷത്രം മകം, MBBS MD ആണ്, 32 വയസ്സായി. വിവാഹം എന്ന പാപജാതകം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 7 ശനിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പാപജാതകമാണ്. 7 ശനി തന്നെയാണ് വിവാഹം വൈകിക്കുന്നത്. 7ാം ഭാവാധിപന് നമ്മൾ ബലക്കുറവെന്ന് പറയാറുണ്ട്. 7ാം ഭാവാധിപന് ഒരു മറവ് വരുമ്പോഴേക്കും പൊതുവെ വിവാഹ കാര്യങ്ങളിൽ തടസ്സം വരുന്നത് സ്വാഭാവികം. പക്ഷെ വിഷമിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ശുക്രന് നല്ല ബലമുണ്ട്. 7ാം ഭാവത്തിലേക്ക് വ്യാഴൻ്റെ ഒരു ദൃഷ്ടിയുമുണ്ട് എന്നുള്ളതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെയില്ല. എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ സംശയമൊന്നും. നവാംശകത്തിലാണ് അങ്ങനെ ഒരു ബലം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെയില്ല. നല്ല വിവാഹം തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. ഈ 6 മാസത്തിനകം തന്നെ വിവാഹമോ വിവാഹ നിശ്ചയമോ പ്രതീക്ഷിക്കാം. സന്തോഷമായിരിക്കാം. ശ്രീ അനീഷ്, മൈസൂർ, നക്ഷത്രം ഉത്രാടം, 35 വയസ്സ് കഴിഞ്ഞു. 35 വയസ്സ് കഴിഞ്ഞു. ഡിവോഴ്സിയാണ് എന്നിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വിവാഹമുണ്ടോ എന്നുള്ളതാണ്. ജാതകമനുസരിച്ച് വിവാഹമുണ്ട്. വിവാഹകാലം ഇപ്പോൾ വരികയാണ് വിവാഹകാലം. 2024 അവസാനമോ 2025 ആദ്യ ഭാഗത്തോ വിവാഹം നടക്കും എന്ന് തന്നെയാണ് കാണുന്നത്. വാക്സ്ഥാനത്ത് ചൊവ്വ സ്ഥിതിയുണ്ട് എന്നുള്ളതാണ്. വാക്സ്ഥാനത്ത് ചൊവ്വ ഉണ്ട്, രാഹു ഉണ്ട്. അതുകൊണ്ട് കോപ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിച്ചോളൂ എന്നുള്ളതാണ്. നിയന്ത്രിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ പെരുമാറ്റത്തിൽ ഒരു നിയന്ത്രണം, യോഗധ്യാനമൊക്കെ വളരെ നല്ലതാണ്. ഒരു സ്വയം നിയന്ത്രണം അതുകൊണ്ട് തന്നെ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യുക. സ്വയം നിയന്ത്രണം യോഗധ്യാനം കൊണ്ട് വരുത്തുക. നല്ല വിവാഹ ജീവിതം ലഭിക്കുവാനായി തിങ്കളാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ശിവപാർവതി സ്തോത്രം കൂടി ദിവസവും ജപിക്കാമെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. സൗഭാഗ്യവതി മാനസ ഉണ്ണി, കൊച്ചിൻ. മകൻ ചതയം നക്ഷത്രം, ആവറേജ് ആണ് പഠന കാര്യങ്ങളിലൊക്കെ, +2 ആണ്. ഇപ്പോൾ ഏത് ഫീൽഡാണ് അനുയോജ്യം? ചതയം നക്ഷത്രത്തിന് 7 ശനിയിൽ ജന്മശനിക്കാലമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പഠന കാര്യങ്ങളിൽ ഇപ്പോൾ ആ ഒരു പൊട്ടൻഷ്യലിനേക്കാൾ കുറഞ്ഞ പെർഫോമൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള സയൻസ് കോഴ്സസ് ഒന്നും ഇയാൾക്ക് അത്രത്തോളം ശരിയില്ല. ഉദാഹരണത്തിന് BSc ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇപ്പോൾ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള ശുക്രൻ ബലവാനായതുകൊണ്ട് ഫാഷൻ ഡിസൈനിങ് നോക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, കമ്പ്യൂട്ടർ ആനിമേഷൻ ഇങ്ങനെയുള്ള കോഴ്സസും ഈ കുട്ടിക്ക് നന്നായിരിക്കും. മീഡിയ പ്രൊഡക്ഷൻ വളരെ നല്ലതാണ്. 10ാം ഭാവവുമായിട്ടും ബന്ധപ്പെടുന്നതുകൊണ്ട് കലയുമായിട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബന്ധമുള്ള ഒരു കോഴ്സായിരിക്കും നല്ലത്. സാഹിത്യവും നല്ലതാണ്. BA ലിറ്ററേച്ചറും തരക്കേടില്ല. പക്ഷെ അതിൽ കുറച്ചൊരു എഫേർട്ട് വേണ്ടി വരും. വർക്ക് തിയറി ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് എഫേർട്ട് വേണ്ടി വരും. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ്. ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും സരസ്വതി സ്തോത്രം ദിവസവും ജപിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങും. നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിസ് നീന, ഉത്രം നക്ഷത്രം, അടുത്ത മെയിലാണ്. MA PhD ഇൻ സൈക്കോളജി, 30 വയസ്സ്. എന്നാണ് വിവാഹം? 8ൽ ചൊവ്വയുള്ളത്.
പാപമാണോ, അതുകൊണ്ടാണോ വിവാഹം വൈകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മിസ് നീന, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉത്തര നക്ഷത്രത്തിന് വിവാഹത്തിന് മെച്ചമായിട്ടുള്ള കാലം വരുന്നുണ്ട്. 2024 സെക്കൻഡ് ഹാഫ് മുതൽ വിവാഹകാലമാണ്. 2024 സെക്കൻഡ് ഹാഫിൽ ഒരു സെപ്റ്റംബർ മുതൽ 2025 ജൂലൈ വരെയുള്ള കാലത്തിനകം വിവാഹം നടക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. 8 ചൊവ്വയുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അത് വലിയ പാപത്വം വിധിക്കാനില്ല, പാപദൃഷ്ടിയൊന്നുമില്ല എന്ന് മാത്രമല്ല ശുഭദൃഷ്ടി ഉണ്ട് താനും എന്നുള്ളത് കൊണ്ട് വലിയ പാപത്വം വിധിക്കേണ്ട കാര്യമില്ല. നല്ല വിവാഹം തന്നെ ലഭിക്കും. വിവാഹത്തിന് ശേഷം വളരെയധികം സാമ്പത്തികമായി മെച്ചപ്പെടും. അതിനുള്ളൊരു ഭാഗ്യവും കാണുന്നുണ്ട്. സന്തോഷമായിട്ടിരിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മറുപടി ഈ പ്രോഗ്രാമിലൂടെ തന്നെ നൽകുന്നതാണ്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഇവ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഈ വാരം ഈ പ്രോഗ്രാം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെയിൽ അയക്കാൻ മറക്കണ്ട. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വരുന്ന വാരം ഐശ്വര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.